എല്ലാവർക്കും ശ്രീമാത്സിന്റെ പുതുവത്സരാശംസകൾ. ഈ 2026 എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. 2026 ഈ പുതുവർഷം ആരംഭിക്കുന്ന സമയത്ത് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ ഒരു പുതിയ തുടക്കം കുറിക്കുക. നല്ല ദൃഢനിശ്ചയത്തോടുകൂടി ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഉന്നതിയിലെത്താൻ സാധിക്കും. ആർക്കും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതിലെ മാത്തമാറ്റിക്സ് കുറെ ട്രിക്സും ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഉണ്ട്, ഫോർമുലാസ് ഉണ്ട്, ബൈഹാർട്ട് ചെയ്യേണ്ട ഫോർമുലാസ് ഉണ്ട്, ടിപ്പുകളും ട്രിക്കുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ ലെങ്തി ആയിട്ട് പ്രോബ്ലങ്ങൾ ചെയ്യാതെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതിന്റെ ട്രിക്കുകളും ടിപ്പുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിവിധ മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ടോപ്പിക്കുകൾ, ഷോർട്ട് കട്ട് ഫോർമുലാസ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മെഗാ റിവിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ എക്സ് പ്ലസ് 1/x a ആയാൽ എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് എന്ന് പറയുന്നത് a-3a. ആ ഷോർട്ട് കട്ട് ഫോർമുല ഓർത്തിരിക്കുക. അത് ഓർത്തിരുന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. എക്സ് പ്ലസ് 1/x തന്നിട്ടുണ്ട് 2. അപ്പൊ എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് 1/x a ആയാൽ എക്ക് വരെ ഇവിടെ 2 തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് 1/x 2 ആയാൽ എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് എന്ന് പറയുന്നത് a ക്യൂബ്, എക്ക് വരെ ഇവിടെ 2 ക്യൂബ് മൈനസ് 3 ഇൻറ്റു എക്ക് വരെ എക്സ് പ്ലസ് 1/x ഇവിടെ 2 ആണ്. ആ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഫോർമുല ഓർത്തിരിക്കണം. എക്സ് പ്ലസ് 1/x a ആയാൽ എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് എന്ന് പറയുന്നത് a ക്യൂബ് മൈനസ് 3a ആണ്. അതായത് 2 ക്യൂബ് മൈനസ് എക്സ് പ്ലസ് 1/x ഇവിടെ 2 ആണ് തന്നിട്ടുണ്ട്. 2 ക്യൂബ് a ക്യൂബ് മൈനസ് 3a, എക്ക് വരെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ ഫോർമുലയിൽ. 2 cube minus 3 into 2, that is 2 cube is 8. 2 into 2 into 2, 8 minus 3 into 2, 6 equal to 2. ഓപ്ഷൻ സി ആണ് ഉത്തരം. അതിന് ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി, ആ ഷോർട്ട് കട്ട് ഫോർമുല. എക്സ് പ്ലസ് 1/x a ആയാൽ എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് ഈക്വൽ ടു a ക്യൂബ് മൈനസ് 3a. ഇവിടെ എക്സ് പ്ലസ് 1/x തന്നിട്ടുണ്ട് 2 എന്ന്. അങ്ങനെ ആയാൽ എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് ഈക്വൽ ടു a ക്യൂബ് മൈനസ് 3a. എയുടെ സ്ഥാനത്ത് ഇവിടെ 2 ആണ്. 2 ക്യൂബ് മൈനസ് 3 ഇൻറ്റു 2 ഈക്വൽ ടു 8 മൈനസ് 6. 3 ഇൻറ്റു 2, 2 ക്യൂബ് മീൻസ് 8. 8 മൈനസ് 3 ഇൻറ്റു 2, 6. ദിസ് 2 ഓപ്ഷൻ സി ആണ് ഉത്തരം. അതേപോലെ ഈ ഫോർമുല ഓർത്തിരിക്കുക. എക്സ് മൈനസ് 1/x വന്നിട്ടുണ്ട്. എക്സ് മൈനസ് 1/x a ആയാൽ എക്സ് മൈനസ് 1/x a ആയാൽ എക്സ് ക്യൂബ് മൈനസ് 1/x ക്യൂബ് എന്ന് പറയുന്നത് a ക്യൂബ് പ്ലസ് 3a. ഇവിടെ മൈനസ് ആയിരുന്നെങ്കിൽ ഇവിടെ പ്ലസ് ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെ പ്ലസ് വരുമ്പോ ഇവിടെ മൈനസ് ആണല്ലോ ചോദ്യത്തിൽ തന്നേക്കുന്നത്. അതുകൊണ്ടാണ് എക്സ് മൈനസ് 1/xന്റെ വില a ആയാൽ എക്സ് ക്യൂബ് മൈനസ് 1/x ക്യൂബിന്റെ വില a ക്യൂബ് പ്ലസ് 3a. ഇതിലൊരു ഫോർമുല പഠിച്ചാൽ മതി. മറ്റേ നെഗറ്റീവ് വരുമ്പോ നേരെ എതിരായിട്ട് വരുമെന്ന് ഓർത്താൽ മതി. ഇവിടെ എക്സ് മൈനസ് 1/xന്റെ വില 2 ആയാൽ എക്സ് ക്യൂബ് മൈനസ് 1/x ക്യൂബിന്റെ വില a ക്യൂബ് പ്ലസ് 3a. എയുടെ സ്ഥാനത്ത് ഇവിടെ 2 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. 2 ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 2. 2 ക്യൂബ് മീൻസ് 8 പ്ലസ് 3 ഇൻറ്റു 2, 6 ഈക്വൽ ടു 14. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 14 വരും. ഇത് ഇങ്ങനെയുള്ള ഇതേ മോഡലിലാണ് വന്നേക്കുന്നത്. ഗണസംഖ്യകൾ ഇങ്ങനെ ഇതാണ് ഇതിന്റെ സമ്മാണ് കാണണ്ടെങ്കിൽ ഈ 10ന്റെ നേരെ പകുതി എഴുതുക. അതൊരു തവണയും കൂടെ റിപ്പീറ്റ് ചെയ്യുക. ഇത് നമ്മൾ ചെയ്ത് നോക്കാൻ നിൽക്കേണ്ട. ഈ ട്രിക്ക് മനസ്സിലാക്കിയിരുന്നാൽ മതി. 1 + 2 + 3 + എക്സെട്ര 100. 1 0 1 0 0 1 0 0 0 അങ്ങനെയാണ് വരുന്നതെങ്കിൽ ചെയ്ത് നോക്കാൻ നിൽക്കേണ്ട. ഇതിന്റെ ട്രിക്ക് മനസ്സിലാക്കിയാൽ മതി. 100ന്റെ പകുതി എഴുതുക. അതൊരു തവണയും കൂടെ റിപ്പീറ്റ് ചെയ്യുക. 2 തവണ എഴുതിയാൽ 100ന്റെ പകുതി 2 തവണ എഴുതുക. അതായത് 50 5050 കിട്ടും. 1 + 2 + 3 + 4 + എക്സെട്ര 1000. 1000 ആണെങ്കിൽ 1000ന്റെ പകുതി എഴുതുക. അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്തങ്ങ് എഴുതുക. 500 2 തവണ എഴുതുക. 5,500,000. 1 + 2 + 3 + എക്സെട്ര 10,000. 10,000 ആണെങ്കിൽ 10,000ന്റെ ഹാഫ് എഴുതുക. അത് ഒരു തവണയും കൂടെ അങ്ങ് റിപ്പീറ്റ് ചെയ്ത് എഴുതുക. ഈ സർവ്വസമവാക്യം കാണാൻ പഠിക്കുക. a + b × a - b = a² - b². ഇവിടെ 6/11 × 6/11 - 5/11 × 5/11 / 6/11 - 5/11.
ഇത് 2 തവണ ഇൻറ്റു ചെയ്യാന്ന് പറഞ്ഞാൽ 6/11 ഹോൾ സ്ക്വയർ മൈനസ് 2 തവണ. അതുപോലെ 5/11 2 തവണ ഇൻറ്റു ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഹോൾ സ്ക്വയറിന് എഴുതാം. ബൈ 6/11 മൈനസ് 5/11. ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മോഡലിൽ എഴുതാം. ഇതിനെ മുകളിലത്തെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ ആ രീതിയിൽ എഴുതാം നമുക്ക്. 6/11 പ്ലസ് 5/11 ഇൻറ്റു 6/11 മൈനസ് 5/11. പിന്നെ താഴെ ഉണ്ടായിരുന്നത് 6/11 മൈനസ് 5/11. ഇപ്പൊ ഇവിടെ രണ്ടിടത്തും താഴെ മുകളിൽ ഒരുപോലെ വന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ എന്ത് വരും നമുക്ക്? പിന്നെ ഒരു 6/11 പ്ലസ് 5/11. പിന്നെ നമുക്ക് ഛേദം രണ്ടും ഒരുപോലെ 11 സെയിം ആയതുകൊണ്ട് നമുക്ക് വെറുതെ കൂട്ടി എഴുതിയാൽ മതി. 6 പ്ലസ് 5/11, അതായത് 11/11 എന്ന് പറഞ്ഞാൽ 1 വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി മോഡൽ. ഈ സർവ്വസമവാക്യം ബൈ ഹാർട്ട് ആക്കി വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. 6/11 പ്ലസ് 5/11 ഇൻറ്റു 6/11 മൈനസ് 5/11. ഈ ന്യൂമറേറ്റർ ഈ ഡിനോമിനേറ്ററും കൂടെ കട്ടായി പോകും. പിന്നെ ഒരു 6/11 പ്ലസ് 5/11. ഇവിടെ ഛേദം ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് കൂട്ടി എഴുതിയാൽ മതി വെറുതെ. 6 പ്ലസ് 5/11 15/11 1 കിട്ടും. ഓപ്ഷൻ എ ആണ് തരാം. 288 ഇൻറ്റു 312. ഇത് കാണുമ്പോഴേ നമുക്കത് എന്താന്ന് പെട്ടെന്ന് മനസ്സിലാകണം. 288 എന്ന് പറഞ്ഞാല് 300-ൽ നിന്ന് 12 കുറയുന്നതാണ്. 312 എന്ന് പറയാം 300-ന്റെ കൂടെ 12 കൂടുന്നതാണ്. അതായത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയാം ആദ്യത്തെ സംഖ്യ. 300 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ സമം 300-ന്റെ സ്ക്വയർ 3-ന്റെ സ്ക്വയർ 9, 2 0 വരുമ്പോൾ 4 0 വരും. 90,000 മൈനസ് 144 89,856 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. ഈ സർവ്വസമവാക്യങ്ങളെ ഹൃദയസ്ഥമാക്കി വെക്കുക. എ പ്ലസ് ബി ഹോൾ ക്യൂബ് സമയം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി. എ മൈനസ് ബി ഹോൾ ക്യൂബ് സമം എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ മൈനസ് ബി. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് സമം എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഒന്നും അടിച്ചാൽ അടുത്തത് ഓർക്കാൻ എളുപ്പമാണ്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആ വരിക. ഇവിടെ ഇതിന്റെ നടുക്കലത്തെ സൈന് ഓപ്പോസിറ്റ് ആവും. എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇനി എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ബൈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് അത് ഈ ഫോർമുലയിൽ നിന്ന് വരുന്നതാണ്. ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നത് അത് എ പ്ലസ് ബി ആണ്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ബൈ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു എ മൈനസ് ബി ആണ്. അത് ഈ ഫോർമുലയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ്. ഇതിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ബൈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ള മോഡലിലാണ് വന്നേക്കുന്നെങ്കിൽ എ പ്ലസ് ബി. എയും ബിയും തന്നിട്ടുണ്ടാവും. ഈ മോഡലിൽ ചോദിച്ചു കഴിഞ്ഞാൽ എ പ്ലസ് ബി ആണെന്ന് അറിയണമെങ്കിൽ ഈ ഫോർമുല ബൈ ഹാർട്ട് ആക്കി വെക്കുക. അന്നേരം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ സമം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab ഗ്രൂപ്പ് ചെയ്ത് എഴുതാം. 2ab പ്ലസ് 2bc പ്ലസ് 2ca. അത് ഗ്രൂപ്പ് ചെയ്ത് എഴുതിയാൽ മതി. ഈ ഫോർമുലാസ് ബൈ ഹാർട്ട് ആക്കി വെക്കുക. അന്നേരം കണക്കുകൾ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഇതൊന്ന് മനപ്പാടാക്കിയാൽ മതി. അപ്പൊ ചെയ്യാൻ എളുപ്പമായിരിക്കും. എയും ബിയും തന്നിട്ടുണ്ടാകും. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ബൈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ള മോഡലാണ്. അത് രണ്ടും കൂടെ കൂട്ടി എഴുതിയാൽ മതി. അറിയണമെങ്കിൽ ഈ ഫോർമുല രണ്ടും പഠിച്ചാൽ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ രണ്ടും. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ബൈ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ മോഡലിലാണെങ്കിൽ അതിന്റെ പേര് വെറും എ മൈനസ് ബി ആയിരിക്കും. എയും ബിയും തന്നിട്ടുണ്ടാവും. -1 ഹോൾ റൈസ് ടു 150. ഇവിടെ പവർ നെഗറ്റീവ് സംഖ്യ ഇതിന്റെ പവർ 150. ഇരട്ട സംഖ്യ വന്നെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ 1 വരും. ഒറ്റ സംഖ്യ വന്നെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. പവർ ഇവിടെ 155. ഒറ്റ സംഖ്യ വന്നെങ്കിൽ -1 വന്നതിന്. 625ന്റെ റൂട്ട് എന്ന് പറയുന്നത് 25 നമുക്കറിയാം. 25 × 25 ആണ് 625. 1 × 25 25 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ പവർ എത്ര വലിയ സംഖ്യ വന്നാലും ഇരട്ട സംഖ്യ വരുന്നെങ്കിൽ നെഗറ്റീവ് വരും. ഒറ്റ സംഖ്യയാണ് ഈവൻ നമ്പർ ആണെങ്കിൽ പോസിറ്റീവ് വരും. ഒറ്റ സംഖ്യ ആണെങ്കിൽ നെഗറ്റീവ് വരും. ഓഡ് നമ്പർ ആണെങ്കിൽ ഇവിടെ പവർ ഇരട്ട സംഖ്യയാണ്, അതുകൊണ്ട് പോസിറ്റീവ് വന്നു. ഇൻറ്റു റൂട്ട് 625 25 25 × 1 25 വരും. ഇവിടെ ഈ മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നം ആക്കുക. അതായത് 4 25/36 എന്ന് പറഞ്ഞാല് ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ 4 × 36 പ്ലസ് മുകളിലുണ്ടായിരുന്നത് /36.
144 വരും. ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നു. പ്ലസ് 25/36 169/36 എന്ന് വരും. ഇതിന്റെ വില എന്ത് വരും? ഈ മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കി 169/36 എന്ന് പറഞ്ഞാൽ റൂട്ട് 169/√36. 169 എന്ന് പറഞ്ഞാൽ 13/36 റൂട്ട് 6. ഈ 13 നമ്മൾ 6 കൊണ്ട് ഹരിക്കുക. മിശ്രഭിന്നമായിട്ടാണല്ലോ നമ്മുടെ ഉത്തരം വന്നേക്കുന്നത്. 6 2 12 ശിഷ്ടം 1. അപ്പൊ ഇതിന്റെ ഉത്തരം എങ്ങനെയാ വരിക? ഹരണഫലം ആദ്യം എഴുതുക. എത്ര ശിഷ്ടം വന്നു? 1. എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ? 6 കൊണ്ട്. 2ഉം 1/6 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 1/6 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. 980 ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 980 നമുക്ക് ഘടകങ്ങളാക്കി നോക്കാം. 2 49 2ആണല്ലേ. 590 7 7 49 70. പിന്നെ 7 10. 10നെ നമുക്ക് വീണ്ടും മാറ്റാം. 2 5. അപ്പൊ 980 നമുക്ക് എങ്ങനെ എഴുതാം? 980 സമം 2 ഗുണം 7 ഗുണം 7 ഗുണം 2 ഗുണം 5. അപ്പൊ ഈ 2 തവണ 1, അതായത് 2 സ്ക്വയർ 2 തവണ 1. 7 2 തവണ 1. അപ്പൊ 7 സ്ക്വയർ ഗുണം 5. ഈ 5 മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത്. ഈ സ്ക്വയർ വരാത്ത ഏതാണോ അതാണ് നമ്മുടെ ഉത്തരം. 5ആണ്. പിന്നെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഈ സംഖ്യ 2 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ ഇൻറ്റു 5 ഗുണം 5 5 സ്ക്വയർ. അപ്പൊ എല്ലാ സ്ക്വയർ വരുമ്പോൾ അതൊരു പൂർണ്ണവർഗമാകും ഗുണിക്കുമ്പോൾ. ഇവിടെ നമുക്ക് 5ആണ് ഉത്തരം. ഇവിടെ സ്ക്വയർ വരാത്ത സംഖ്യ ഏതാണോ അതാണ് നമ്മുടെ ഉത്തരം. 5 ഓപ്ഷൻ ബി ആണ്. അതുപോലെ 98നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും. 98നെ നമുക്ക് ഘടകങ്ങളാക്കി നോക്കാം. 2 49 7 7. 98നെ നമുക്ക് എങ്ങനെ എഴുതാൻ? സമം 2 ഗുണം 7 ഗുണം 7. 7 2 തവണ വന്നിട്ടുണ്ട്. അതായത് 2 ഗുണം 7 സ്ക്വയർ. ഈ സ്ക്വയർ ഇല്ലാതെ നിൽക്കുന്ന ഏതാണോ അതാണ് നമ്മുടെ ഉത്തരം. 2 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് ഈ രണ്ടും കൂടെ ഗുണിച്ചാൽ നമുക്ക് എങ്ങനെ വരും? ഇതിന് 2 ഗുണം 7 സ്ക്വയർ ഇൻറ്റു 2. 2 സ്ക്വയർ ഇൻറ്റു 2 2 തവണ വരും. 2 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ എന്ന് വരും. അപ്പൊ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പൂർണ്ണവർഗമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. രണ്ടും കൂടെ ഗുണിച്ചാൽ ഇതങ്ങ് സ്ക്വയർ ആകും. ഇപ്പൊ 2 ഗുണം 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 2 2 തവണ വന്നു. 2 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ എന്ന് വരും. അപ്പൊ അതൊരു പൂർണ്ണവർഗമാണ്. 2ന്റെ പകുതി, റൂട്ട് 2ന്റെ പകുതി നമുക്ക് എഴുതി നോക്കാം. അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ √2/2 എന്ന് പറയുന്ന റൂട്ട് കെ ഞാൻ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ മൊത്തത്തിൽ അങ്ങ് സ്ക്വയർ ചെയ്താൽ മതി. √2/2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന റൂട്ട് കെ സ്ക്വയർ. റൂട്ടിന്റെ സ്ക്വയർ വരുമ്പോൾ റൂട്ടും സ്ക്വയറൂടെ ക്യാൻസൽ ആയിട്ട് റൂട്ട് കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ. √x ഇൻറ്റു √x എന്ന് പറഞ്ഞാൽ എക്സ്. റൂട്ട് കെ ഇൻറ്റു √k എന്ന് പറഞ്ഞാൽ കെ. √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ 2. ഇവിടെ √2² സ്ക്വയർ ഈക്വൽ ടു റൂട്ട് കെ ഇൻറ്റു റൂട്ട് കെ. അതായത് വിച്ച് ഇംപ്ലൈസ് √2 സ്ക്വയർ എന്ന് പറയാൻ റൂട്ടും സ്ക്വയറൂടെ ക്യാൻസൽ ആയി. √2 ഇൻറ്റു √2 അപ്പൊ റൂട്ട് പോകും. 2/2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സമം റൂട്ട് കെ ഇൻറ്റു റൂട്ട് കെ എന്ന് പറഞ്ഞാൽ കെ. റൂട്ട് ക്യാൻസൽ ആണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ 1/2 വരും. കെയുടെ വില 1/2 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അവർ പറഞ്ഞേക്കുന്നത് എഴുതി നോക്കുക. √2ന്റെ പകുതി ഹാഫ് ഓഫ് √2, അതായത് √2/2. ഏതും പകുതി പറഞ്ഞാൽ /2 ഈക്വൽ ടു റൂട്ട് കെ. ഇനി ഈക്വേഷൻ അങ്ങ് സ്ക്വയർ ചെയ്യുക. √2/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √2k സ്ക്വയർ. അപ്പൊ √2 ഇത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സ്ക്വയർ ചെയ്യണം. √2² സ്ക്വയർ ഈക്വൽ ടു √k സ്ക്വയർ എന്ന് പറഞ്ഞാൽ √k ഇൻറ്റു √k. റൂട്ട് 2 തവണ ഇൻറ്റു ചെയ്യുമ്പോൾ അതിന്റെ സ്ക്വയർ റൂട്ട് അങ്ങ് ക്യാൻസൽ ആകും. √k ഇൻറ്റു √k എന്ന് പറഞ്ഞാൽ കെ. √x ഇൻറ്റു √x എന്ന് പറഞ്ഞാൽ എക്സ്. √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2/4. 2/4 മുകളിലത്തെ എന്റെ സ്ക്വയർ √2 ഇൻറ്റു √2 2/2 സ്ക്വയർ 4 ഈക്വൽ ടു √k ഇൻറ്റു √k കെ. 2/4 കട്ട് ചെയ്യാൻ പറ്റൂ. 1s are 2, 2s are 4. 1/2 കിട്ടും. കെയുടെ വില ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി നമുക്കിത് ചെയ്ത് നോക്കാം. ഗുണനവില √0.8 ഇൻറ്റു 20. അതായത് ഇത് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഇത് രണ്ടോട് ഇൻറ്റു ചെയ്യുക. √0.8 ഇൻറ്റു √20 എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റ റൂട്ടിനകത്ത് എഴുതാം. √a ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ √a ഇൻറ്റു √b. √x ഇൻറ്റു xy എന്ന് പറഞ്ഞാൽ √x ഇൻറ്റു √y. അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതിന്റെ ഗുണനഫലം 0.8 ഇൻറ്റു 20 ദാറ്റ് ഈസ് ഈക്വൽ ടു √8 2 16. ഇവിടെ 16. അപ്പൊ 20 ഗുണം 8 എന്ത് വരും?
160. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? ഒരു സ്ഥാനം. അതുകൊണ്ട് നമ്മുടെ ഉത്തരത്തിലും 16.0 എന്ന് വരും. ഒരു സ്ഥാനം ഗുണിച്ച് 20 8 കൂടെ ഗുണിക്കുക 160. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമുണ്ട്. അതുകൊണ്ട് ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം. 16.0യുടെ റൂട്ട് 16ന്റെ റൂട്ട് 4 എന്ന് വരും. 4ന്റെ സ്ക്വയർ ആണ് 16. അടുത്തത് റൂട്ട് ഓഫ് 0.8 ഇൻറ്റു 0.2 എന്ന് എഴുതാം. റൂട്ട് 0.8 റൂട്ട് 0.2 ഒറ്റ റൂട്ടിനകത്താക്കി എഴുതാം. സമ റൂട്ട് ഓഫ് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം. അപ്പൊ 8 2 കൂടെ ഗുണിക്കുക. പോയിന്റ് കഴിഞ്ഞ് ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം. അപ്പൊ ആകെ 2 സ്ഥാനം. ഇത് പോയിന്റ്. ഇതിന്റെ ഉത്തരം എന്ത് വരും? 16ന്റെ റൂട്ട് അങ്ങ് എഴുതുക. ഇവിടെ റൂട്ടിനകത്ത് 2 സ്ഥാനം ഉണ്ടെങ്കിൽ നേരെ പകുതി സ്ഥാനമേ ഉത്തരത്തിൽ കാണാം. 0.4 വരും. അപ്പൊ അത് എണ്ണൽ സംഖ്യ അല്ല. ആദ്യത്തേത് എണ്ണൽ സംഖ്യ 4 വരുന്നു. ഇനി അടുത്തത് നോക്കാം. റൂട്ട് ഓഫ് 30 റൂട്ട് ഓഫ് 1.2. അതായത് 30 ഇൻറ്റു ഒറ്റ റൂട്ടിനകത്ത് എഴുതാം 1.2. അതായത് 30ഉം 12 കൂടെ ഗുണിക്കുമ്പോൾ 360 കിട്ടും. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം 1.2. അപ്പൊ ഇവിടെ ഒരു സ്ഥാനം. റൂട്ട് ഓഫ് 36.0 അതായത് 36 സമം 6. അപ്പൊ ഇതും എണ്ണൽ സംഖ്യയാണ്, ഇതും എണ്ണൽ സംഖ്യയാണ്. ബാക്കി അടുത്തത് നോക്കാം. റൂട്ട് ഓഫ് 0.08 ഇൻറ്റു 0.02 സമം റൂട്ട് ഓഫ് 8 2 കൂടെ ഗുണിക്കുക 16. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. അപ്പൊ 4 സ്ഥാനം വേണം. പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 2 സ്ഥാനമേ ഉള്ളത് കൊണ്ട് 2 0 കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ റൂട്ടിനകത്ത് 4 സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മുടെ ഉത്തരത്തിൽ നേരെ പകുതിയാണ്. 16ന്റെ റൂട്ടങ്ങ് എഴുതുക. ഇവിടെ ഒരു സ്ഥാനം, റൂട്ടിനകത്ത് 4 സ്ഥാനം. അപ്പം അതിന്റെ നേരെ പകുതി 2 സ്ഥാനമാണ് നമ്മുടെ ഉത്തരത്തിൽ. അപ്പൊ ഒരു സ്ഥാനം ഉള്ളതുകൊണ്ട് ഒരു 0 കൂടി ഇട്ട് കൊടുക്കും. 0.04. ഇവിടെ 2 എണ്ണം മാത്രമേ എണ്ണൽ സംഖ്യ വന്നുള്ളൂ. ആദ്യത്തത് എയും പിന്നെ സി. റൂട്ട് ഓഫ് 0.8 20. അതുപോലെ റൂട്ട് ഓഫ് 1.2 റൂട്ട് 30. ഒറ്റ റൂട്ടിനകത്തിട്ട് ഇൻറ്റു ചെയ്യാം. നമുക്ക് റൂട്ട് ഓഫ് എക്സ് വൈ എന്ന് പറയാൻ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ, റൂട്ട് ഓഫ് എ ബി എന്ന് പറയാൻ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി. ആ നിയമം വെച്ചിട്ട് നമുക്ക് ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ ഒറ്റ റൂട്ടിനകത്തിട്ട് ചെയ്യാം. ഇവിടെ എയും സിയും ആണ് എണ്ണൽ സംഖ്യകൾ വരുന്നത്. കുറച്ച് സംഖ്യകൾ വന്നിട്ട് അതിന്റെ ശരാശരി ചോദിച്ചാൽ എല്ലാം കൂടെ കൂട്ടി എണ്ണങ്ങൾ കൊണ്ട് ഹരിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇവിടെ ഗ്യാപ്പുകൾ തുല്യമാണെങ്കിൽ ഒരു എളുപ്പ വഴി പറയാം. ഇവിടെ ഗ്യാപ്പ് തുല്യം 5 5 10 10 5 15 15 5 20 25 25 5 വീതം കൂട്ടി അങ്ങനെയാണെങ്കിൽ ഒത്ത മധ്യത്ത് വരുന്നതായിരിക്കും ഇവിടെ ശരാശരി. ഇപ്പൊ ഇവിടുത്തെ ശരാശരി എത്രയാണ്? 15. അതുപോലെ ഇവിടെ ഇരട്ട സംഖ്യയാണ് വന്നേക്കുന്നത്. ഇപ്പൊ ഗ്യാപ്പുകൾ ഗ്യാപ്പ് 2ആണ്. 2 2 വീതം കൂട്ടി 2 4 6 8 10 12 14. ഇപ്പൊ ഇടത്തോട്ട് 3 സംഖ്യ, വലത്തോട്ട് 3 സംഖ്യ, ഒത്ത മധ്യത്ത് വരുന്ന 8 ആണ് ഇവിടുത്തെ ശരാശരി. ഗ്യാപ്പുകൾ തുല്യമാണെങ്കിൽ ഒത്ത മധ്യത്ത് വരുന്നതായിരിക്കും അതിന്റെ ശരാശരി. അതുപോലെ ഇവിടെ ഒറ്റ സംഖ്യകൾ അന്നേരം 2 2 വീതം കൂട്ടിയാ വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഗ്യാപ്പ് 2 ആണ്. അതുകൊണ്ട് ഇവിടെ വലത്തോട്ട് 3 സംഖ്യ, ഇടത്തോട്ട് 3 സംഖ്യ, ഒത്ത മധ്യത്ത് വരുന്നതാണ് അതിന്റെ ശരാശരിയായി. ഇനി ഇവിടെ നമുക്ക് ഒത്ത മധ്യത്ത് 2 എണ്ണം വന്നാൽ എങ്ങനെയാണ്? നേരം കൺഫ്യൂഷൻ ആകണ്ട. ഇവിടെ മധ്യത്ത് വരുന്നത് 15 20. ഇപ്പൊ വലത്തോട്ടും 2 സംഖ്യ, ഇടത്തോട്ടും 2 സംഖ്യ. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടിയിട്ട് 2 കൂടെ ഇരിക്കുക. അതിന്റെ രണ്ടിന്റെയും കൂടെ ശരാശരി 35/2. ഇവിടെ 15 20 ആവുന്നത്. അപ്പൊ 17.5 വരും. 17.5. ഗ്യാപ്പുകൾ തുല്യമാണെങ്കിൽ ഒത്ത മധ്യത്ത് വരുന്നതാണ്. സാധാരണ രീതിയിൽ കുറെ നമ്പേഴ്സോ കുറെ എന്തെങ്കിലും വെയിറ്റോ ഹൈറ്റോ മാർക്കോ ഒക്കെ തന്നിട്ട് ശരാശരി വെച്ച് എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. ഇവിടെ ഗ്യാപ്പ് തുല്യമാണെങ്കിൽ ഒത്ത മധ്യത്ത് വരുന്നതായിരിക്കും അതിന്റെ ശരാശരി. ഒരു പൂർണ്ണവർഗ സംഖ്യയുടെ അക്കങ്ങളുടെ തുക 1 9 4 7 ഇവ അക്കങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഒരു പൂർണ്ണവർഗ സംഖ്യ ആണോ എന്ന് കുറെ സംഖ്യകൾ വന്നിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് 1947 അങ്ങനെ ഓർത്തിരുന്നാൽ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം 1947 ഓർത്തിരിക്കാൻ എളുപ്പം. 1 9 4 7 അക്കങ്ങൾ തന്നിരിക്കുന്ന സംഖ്യകളുടെ അക്കങ്ങൾ ഡിജിറ്റ്സ് കൂട്ടി നോക്കുക. കൂട്ടി നോക്കുമ്പോൾ 1 9 4 7 എന്നീ അക്കങ്ങളിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ അത് പൂർണ്ണവർഗമാണ്. അത് ഓർത്തിരിക്കാൻ 1947 എന്ന് ഓർത്തിരുന്നാൽ മതി. പൂർണ്ണവർഗ സംഖ്യയുടെ അവസാനത്തെ അക്കം 2 3 7 8 ഇവ വരികയില്ല.
കുറെ സംഖ്യ വന്നിട്ട് അത് പൂർണ്ണവർഗം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അതിൽ ഒറ്റയുടെ സ്ഥാനത്തേക്കാൻ 2, 3, 7, 8 വന്നിരിക്കുന്നതെങ്കിൽ അത് പൂർണ്ണവർഗം അല്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിലെത്താൻ കഴിയുന്നതാണ്. ഈ പുതുവർഷത്തിലെ ഒരു ദൃഢപ്രതിജ്ഞ എടുത്ത് മുന്നോട്ട് പോവുക. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. നല്ലൊരു സക്സസ് മൈൻഡ് സെറ്റോടുകൂടി പഠിക്കുക. ധാരാളം PSC കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ് ഈ 2026 നടക്കാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഹാർഡ് വർക്ക് ചെയ്താൽ മുൻനിരയിലെത്താൻ കഴിയും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. കമന്റ് ബോക്സിൽ ഇടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്ലാസ്സുകൾ തുടരുന്നതാണ്. ശ്രീമാത്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്